Hi, hello, my dear students, my dear children. This is the part 4 video of our chapter 13 Building New Nations. അയ്യോ ന്യൂ വരേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം നേഷൻസ് ഇവിടെ വന്നിട്ടില്ല, സോറി. ന്യൂ നേഷൻസ്. ഓക്കെ, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റഷ്യ. വാട്ട് വെയർ ദ റീസൺസ് ഫോർ റഷ്യൻ റെവല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പാർട്ട് 3 വീഡിയോയിൽ. അതിൻ്റെ കംപ്ലീഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റഷ്യൻ റെവല്യൂഷൻ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് റഷ്യൻ റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ ഇവൻറ്റ്സ് റഷ്യൻ റെവല്യൂഷനിൽ സംഭവിച്ചു, റഷ്യ എങ്ങനെ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കായി മാറി, അപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂ നേഷൻ ബിൽഡ് ചെയ്തത്, USSR എന്ന പേരിൽ ഒരു ന്യൂ നേഷൻ ബിൽഡ് ചെയ്തതിൻ്റെ ഏറ്റവും അടുത്ത, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റഷ്യൻ റെവല്യൂഷൻ ദ എൻഡ് ഓഫ് മൊണാർക്കി, ദറ്റ് മീൻസ് ഫെബ്രുവരി റെവല്യൂഷൻ. പ്രിയപ്പെട്ട കുട്ടികളെ, റഷ്യൻ റെവല്യൂഷൻ അത് നമുക്ക് എഴുതാൻ 2 റെവല്യൂഷൻസ് നമ്മൾ പഠിച്ചാൽ മതി. ഒന്നാമത് ഫെബ്രുവരി റെവല്യൂഷൻ, രണ്ടാമത് ഒക്ടോബർ റെവല്യൂഷൻ. അതായത് മൊണാർക്കിയെ എൻഡ് ചെയ്തുകൊണ്ട് ആദ്യം ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ഉണ്ടായതാണ് ഫെബ്രുവരി റെവല്യൂഷൻ. അത് നമുക്ക് പഠിക്കണം. എന്നാൽ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ വീണ്ടും ഓവർത്രോൺ ചെയ്തുകൊണ്ട് ഒരു ബോൾഷെവിക് അല്ലെങ്കിൽ സോവിയറ്റ് നയിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായി. അതിനെയാണ് നമ്മൾ ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ റെവല്യൂഷൻ മൊണാർക്കിയെ എൻഡ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ റെവല്യൂഷൻ മോഡറേറ്റുകളെ അവരുടെ അഡ്മിനിസ്ട്രേഷനെ എൻഡ് ചെയ്തുകൊണ്ട് ഒരു സോവിയറ്റുകൾ ഭരിക്കുന്ന ഒരു ഭരണം അവിടെ ഉണ്ടായി. അങ്ങനെ 2 പ്രാവശ്യമാണ് റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണം മാറുന്നത്. അപ്പോൾ ആദ്യത്തെ ഭരണമാറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് വിളിക്കാം. രണ്ടാമത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത മെൻഷവിക്സ് ലീഡർഷിപ്പ് കൊടുത്ത ആ ഭരണത്തെ വീണ്ടും അട്ടിമറിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർത്തു വെക്കണം, നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ മൊണാർക്കി എങ്ങനെ എൻഡ് ചെയ്തു, സർ നിക്കോളാസ് സെക്കൻഡിൻ്റെ, അവരുടെ എംപററിൻ്റെ മൊണാർക്കി ഭരണം എങ്ങനെ അവസാനിച്ചു, അതാണ് ഫെബ്രുവരി റെവല്യൂഷൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫെബ്രുവരി റെവല്യൂഷൻ. ഓൺ മാർച്ച് 8, 1917, വിമൻ വർക്കേഴ്സ് ഓഫ് റഷ്യ ലെഡ് എ സ്ട്രൈക്ക് ആൻഡ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. മൊണാർക്കുകളെ അല്ലെങ്കിൽ എംപറേഴ്സ് അവരുടെ പാലസും മറ്റും ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യയിലെ സിറ്റിയാണ് പെട്രോഗ്രാഡ്. അപ്പോൾ ഈ റെവല്യൂഷൻസിൻ്റെ എല്ലാം ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത് പെട്രോഗ്രാഡിലാണ്. അപ്പോൾ പെട്രോഗ്രാഡിലേക്ക് മാർച്ച് 8 1917 വിമൻ വർക്കേഴ്സ് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. അവരുടെ സ്ട്രൈക്കായിരുന്നു. വിമൻ വർക്കേഴ്സ്, അവർക്ക് ഒരുപാട് മിസറീസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, ലോ ലൈഫ് സ്റ്റാറ്റസ്, ലോ വേജ്, ലോങ് അവേഴ്സ്, പോവർട്ടി, their miseries are a lot of miseries. So women workers, as a protest or a strike, they marched to Petrograd, to the palace. They shouted the slogan, "Down with the autocracy." അവരുടെ സ്ലോഗൻ ഇതായിരുന്നു, അവരുടെ മുദ്രാവാക്യം ഇതായിരുന്നു. ഈ വിമൻ വർക്കേഴ്സ് അവർ വിളിച്ചു പറഞ്ഞ എന്താണ്? ഓട്ടോക്രസിയെ അവസാനിപ്പിക്കുക, ഡൗൺ വിത്ത് ദ ഓട്ടോക്രസി. സ്വേച്ഛാധിപത്യം ഇല്ലാതാകട്ടെ, സ്വേച്ഛാധിപത്യത്തെ താഴെയിടുക, സ്വേച്ഛാധിപത്യം വേണ്ട എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഡൗൺ വിത്ത് ദ ഓട്ടോക്രസി. ദ സോൾജിയേഴ്സ് സെന്റ് ടു സർപ്രസ് ദിസ് സ്ട്രൈക്ക് ജോയിൻ ദ വർക്കേഴ്സ്. ഇവിടെ വളരെ തമാശയുള്ള ഒരു കാര്യം സംഭവിക്കുന്നതാണ്ടോ. ഈ വിമൻ വർക്കേഴ്സിനെ സർപ്രസ് ചെയ്യാൻ, ഈ മാർച്ചിനെ സർപ്രസ് ചെയ്യാനായിട്ട് സോൾജിയേഴ്സിനെ രാജാവ് വിട്ടു. പക്ഷേ ആ സോൾജിയേഴ്സ് എന്താണ് ചെയ്തത്? ദേ ജോയിൻ ദ വർക്കേഴ്സ്. അവർ വർക്കേഴ്സുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ദേ ഓൾസോ സ്റ്റാർട്ടഡ് ദ മാർച്ച് വിത്ത് ദ വർക്കേഴ്സിൻ്റെ കൂടെ സോൾജിയേഴ്സും മാർച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദ സോൾജിയേഴ്സ് ഓൾസോ
started the strike, and they also joined the women workers, and they marched to Petrograd. Then what happened? Tsar Nicholas II was deposed on March 15, 1970. നിക്കോളാസ് സെക്കൻഡ് ഈ സോൾജിയേഴ്സും ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ ജോയിൻ ചെയ്തു എന്ന് കണ്ടപ്പോൾ രാജാവിന് എന്ത് മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ ജീവൻ പോയെന്ന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു. ഹി ഡിപ്പോസ്റ്റ് ഓൺ March 15, 1970. നമുക്കറിയാം, റഷ്യയിലെ രാജാക്കന്മാർക്ക് അടുത്തുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ബന്ധുക്കളുണ്ട്, അവർക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. ഡിപ്പോസ്റ്റ് എ പ്രൊവിഷണൽ ഗവൺമെൻറ്. അപ്പോൾ അദ്ദേഹം പോയി. അതോടെ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഒരു താൽക്കാലിക ഗവൺമെൻറ്, ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ, മെൻഷെവിക് ലീഡറായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. ഇവിടെ അലക്സാണ്ടർ എന്നുള്ള വാക്ക്, അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രത്യേക സ്പെല്ലിങ്ങാണ്. ഇനിയും റഷ്യൻ രീതിയിൽ അലക്സാണ്ടർ എന്നുള്ള പേര് ഇങ്ങനെയാണോ എഴുതുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഏതായാലും പിന്നീട് അലക്സാണ്ടർ എന്ന് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് അലക്സാണ്ടർ എന്നുള്ള വേർഡ് തന്നെ എഴുതുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കി, ദ ലീഡർ ഓഫ് മെൻഷെവിക്, he become the leader of this provisional government. Okay, under the leadership of Alexander Kerensky, the Menshevik leader, a provisional government was formed in Russia. അപ്പോൾ ഗവൺമെൻറ്റിൽ ആദ്യമായിട്ടൊരു ജനങ്ങൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടായി. അങ്ങനെ മൊണാർക്കി അവിടെ എൻഡായി. അതാണ് ഫെബ്രുവരി റെവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ്. വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫെബ്രുവരി റെവല്യൂഷൻ? Because of this February Revolution, at the end of this February Revolution, a provisional government was formed under the leadership of Alexander Kerensky, the leader of Menshevik. Okay, then the revolution is known as February Revolution. March 8, 1970. March 8, 1970. Okay. ഫെബ്രുവരി റെവല്യൂഷൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോൾജിയേഴ്സ്, women workers, peasants, other workers, everybody joined with this February Revolution. അപ്പോൾ അത് വളരെ സക്സസ് ആയിരുന്നു. ഒരു മൊണാർക്കിനെ താഴെ ഇറക്കാൻ പറ്റി, അല്ലേ? ഫെബ്രുവരി റെവല്യൂഷൻ വലിയൊരു സക്സസ് ആയിരുന്നു. ഒരു പവർഫുള്ളായിട്ട് വർഷങ്ങളോളം ട്രഡീഷണലി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഓട്ടോക്രാറ്റായിട്ടുള്ള ഒരു മൊണാർക്കിനെ, നിക്കോളാസ് സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു എംപററിനെ അധികാരത്തിൽ നിന്നും പുറത്തെത്തിക്കാനായിട്ട് ഫെബ്രുവരി റെവല്യൂഷന് സാധിച്ചു. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള ഒരു മെൻഷെവിക് ലീഡറിനെ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ലീഡറാക്കാനും അവർക്ക് പറ്റി. അപ്പോൾ ഇതൊരു വലിയ സക്സസ് ആയിരുന്നു ഫെബ്രുവരി റെവല്യൂഷൻ. ഓക്കെ, ദെൻ നമുക്കറിയാം ബോൾഷെവിക്കുകളുടെ ലീഡറാണ് ലെനിൻ, വ്ളാഡിമർ ലെനിൻ. അദ്ദേഹം, നമുക്കെല്ലാവർക്കും അത്ഭുതം തോന്നും, ഫെബ്രുവരി റെവല്യൂഷനെ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ലെനിൻ അവിടെ ഗവൺമെൻറ് ഫോം ചെയ്തില്ല? ലെനിൻ എവിടെ പോയി? നമ്മളെല്ലാവരും തിരക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആബ്സെൻസ് നമുക്ക് എല്ലാവർക്കും അവിടെ ഫീൽ ചെയ്യും, അല്ലേ? ബോൾഷെവിക്കുകളായിരുന്നു കൂടുതൽ ഈ റെവല്യൂഷനിൽ ഇൻവോൾവ് ചെയ്തത്. മെൻഷെവിക്കുകളെ അവർ മോഡറേറ്റുകളായിരുന്നു, എന്നാൽ ബോൾഷെവിക്കുകളെ കുറച്ച് എക്സ്ട്രീം ചിന്താഗതിയുള്ളവരായിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു റെവല്യൂഷന് ശേഷം ലെനിൻ അവിടെ ലീഡറായിട്ട് വരേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ആയില്ല. എന്തുകൊണ്ടാണ്? ലെനിൻ അന്ന് റഷ്യയിൽ ഇല്ലായിരുന്നു. ലെനിൻ സോവിയറ്റുകളുടെയും ബോൾഷെവിക്കുകളുടെയും ലീഡറായിരുന്നു. നിക്കോളാസ് സെക്കൻഡ് എന്ന് പറയുന്ന എംപററിനെ ഭയപ്പെട്ട് ലെനിനെ ജയിലിലടയ്ക്കും. അതുകൊണ്ട് അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യത്തായിരുന്നു ലെനിൻ. അപ്പോൾ അദ്ദേഹം അവിടെ പ്രസൻ്റ് അല്ലായിരുന്നു. എന്നാൽ നിക്കോളാസ് സെക്കൻഡ് ഡീപോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ, അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭരണം മൊണാർക്കി എൻഡായപ്പോൾ ലെനിന് ധൈര്യമായി. അദ്ദേഹം റഷ്യയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അതോടുകൂടി ലെനിൻ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ ലെനിനും സോവിയറ്റുകളും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ലെനിൻ ആർഗ്യൂഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്? പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ, അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെൻറ്റിനെ റീപ്ലേസ് ചെയ്യണം, അതിനെ താഴെ ഇറക്കി മറ്റൊരു ഗവൺമെൻറ് ഉണ്ടാകണം എന്ന് ലെനിൻ ആർഗ്യൂ ചെയ്യാനായിട്ട് ചില പോയിൻറ്റ്സ് ഉണ്ട്. Lenin argued that the provisional government served the interest of the capitalist. The Soviets or the Bolshevik, they argued that the provisional government led by Alexander Kerensky
ദേ സെർവ്ഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്, ദ ഫോറിൻ ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാരെ സപ്പോർട്ട് ചെയ്യുന്നു. അതായിരുന്നു അവരുടെ ഒന്നാമത്തെ ആരോപണം. ഓക്കെ, ദ പ്രൊവിഷണൽ ഗവൺമെൻറ് കുഡ് നോട്ട് പ്രൊവൈഡ് എ പീസ്, ഫുഡ് ആൻഡ് ഫ്രീഡം ടു ദ പീപ്പിൾ. പീപ്പിളിനെ ഈ 3 കാര്യങ്ങളും പ്രൊവിഷണൽ ഗവൺമെൻറ് കൊടുക്കുന്നില്ലെന്ന് അവർ ആരോപിച്ചു. പീസ് കൊടുക്കുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല, ഫ്രീഡം കൊടുക്കുന്നില്ല. Therefore, it should be replaced by the government of the Soviet. അതുകൊണ്ട് പ്രൊവിഷണൽ ഗവൺമെൻറ് സോവിയറ്റുകളുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് അവർ ആർഗ്യൂ ചെയ്തു. ലെനിൻ ആർഗ്യൂഡ്. ആരാണ് ഈ സോവിയറ്റുകളെ? ബോൾഷെവിക്കുകളുടെ ഇടയിൽ നിന്നും റെവല്യൂഷൻ നയിക്കാൻ വേണ്ടി എടുത്ത ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് സോവിയറ്റുകൾ. അവർ കുറച്ച് എക്സ്ട്രീം ചിന്താഗതിയുള്ളവരാണ്. ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വാതന്ത്ര്യം നേടണം, ഇൻഡിപെൻഡൻസ് സമ്പാദിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സോവിയറ്റ്. അവർ ബോൾഷെവിക്കുകൾ തന്നെയാണ്. അതിനകത്തുനിന്ന് പ്രത്യേക സെലക്ട് ചെയ്യപ്പെട്ടവരാണ് സോവിയറ്റ്സ്. അപ്പോൾ സോവിയറ്റുകളുടെ ഒരു ഭരണം വേണമെന്ന് ലെനിൻ ആർഗ്യൂ ചെയ്തു. എന്തുകൊണ്ട്? പ്രൊവിഷണൽ ഗവൺമെൻറ് കുഡ് നോട്ട് പ്രൊവൈഡ് പീസ്, ഫുഡ് ആൻഡ് ഫ്രീഡം ടു ദ പീപ്പിൾ. ദേ സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്. ദിസ് വാസ് ദ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ? ഇതാണ് ലെനിൻ്റെ പിക്ചർ. ഇദ്ദേഹമാണ് USSRൻ്റെ ഒരു ഫോർമേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റഷ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ലീഡർ. ഓക്കെ, ലെനിൻ, വ്ളാഡിമിർ ലെനിൻ. അടുത്ത ന്യൂ ഐഡിയാസ് ഓഫ് ലെനിൻ. ലെനിൻ കൊണ്ടുവന്ന ന്യൂ ഐഡിയാസ്: ലാൻഡ്, ഫുഡ്, പീസ്, പവർ. ലാൻഡ് ടു ദ പെസൻസ്, ഫുഡ് ഫോർ ദ സ്റ്റാർവിംഗ്, പീസ് ഫോർ ഓൾ, ആൻഡ് പവർ ടു ദ വർക്കേഴ്സ് കൗൺസിൽസ്, ദാറ്റ് മീൻസ് സോവിയറ്റ്സ്. അപ്പോൾ സോവിയറ്റുകൾക്ക് പവർ കൊടുക്കണം, എല്ലാവർക്കും പീസ് കൊടുക്കണം, ലാൻഡ് പെസൻസിന് കൊടുക്കണം, ഫുഡ് ആളുകൾക്ക് കൊടുക്കണം. സ്റ്റാർവിങ് ആരാണ് സ്റ്റാർവിങ്? പുവർ പീപ്പിളിന് കൊടുക്കണം. ഇതായിരുന്നു ലെനിൻ്റെ ന്യൂ ഐഡിയാസ്. ഇത് എളുപ്പമല്ലേ? ലാൻഡ് ടു ദ പെസൻസ്, ഫുഡ് ഫോർ സ്റ്റാർവിങ്, പീസ് ഫോർ ഓൾ, ആൻഡ് പവർ ടു സോവിയറ്റ്. ഒക്ടോബർ റെവല്യൂഷൻ. ഇനി ലെനിൻ എങ്ങനെയാണ് അലക്സാണ്ടർ കെറൻസ്കിയെ ഔട്ടാക്കി അധികാരം പിടിച്ചെടുത്തെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഒരു അധികാരം മാറ്റം വരികയാണ്. എത്ര മാസം കഴിഞ്ഞാന്ന് നോക്കിയേ? 9 months. പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയത് 9 months. ഒക്ടോബർ ആയപ്പോഴേക്കും അടുത്ത റെവല്യൂഷൻ വന്നു. അതാരാണ് നേതൃത്വം കൊടുക്കുന്നത്? ലെനിനും സോവിയറ്റുകളും. എന്തിനാണ്? പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ ഓവർത്രോൺ ചെയ്ത് സോവിയറ്റുകൾക്ക് പവർ പിടിച്ചെടുക്കാൻ. ദ ബോൾഷെവിക് സീക്സ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇൻ പെട്രോഗ്രാഡിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ബോൾഷെവിക്കുകളെ പിടിച്ചെടുത്തു. ദേ സീസ്ഡ് പോസ്റ്റൽ ആൻഡ് ടെലിഫോൺ എക്സ്ചേഞ്ച്, റെയിൽവേ സ്റ്റേഷൻ, ബാങ്ക്. പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇതൊക്കെയാണ്: പോസ്റ്റല്, ടെലിഫോണ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ബാങ്ക്. ദെൻ ദേ ടുക്ക് ഓവർ ദ വിൻ്റർ പാലസ്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ പാലസും ഇവർ സീസ് ചെയ്തു. അലക്സാണ്ടർ കെറൻസ്കി വാസ് ഓവർത്രോൺ. അലക്സാണ്ടർ കെറൻസ്കിയുടെ സ്പെല്ലിംഗ് നോക്കുക. ടെക്സ്റ്റിൽ ആദ്യം തന്ന സ്പെല്ലിംഗ് അല്ല, അലക്സാണ്ടർ കെറൻസ്കി ഇപ്പോൾ കറക്റ്റായിട്ട് തന്നിരിക്കുക. നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി. ഹി വാസ് ഓവർത്രോ. ദിസ് റിവല്യൂഷൻ ഈസ് നോൺ ആസ് ഒക്ടോബർ റെവല്യൂഷൻ. ഇപ്പോൾ ഒക്ടോബർ റെവല്യൂഷൻ അത്രയേ ഉള്ളൂ. ബോൾഷെവിക്കുകളെ അല്ലെ സോവിയറ്റുകളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്രോഗ്രാഡിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും പിടിച്ചെടുക്കുകയും ആ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ പാലസ് പോലും പിടിച്ചെടുക്കുകയും അലക്സാണ്ടർ കെറൻസ്കിയെ ഓവർത്രോൺ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ലെനിൻ അവിടെ ലീഡർ ആകുന്നു. അതാണ് ഒക്ടോബർ റെവല്യൂഷൻ. ലെനിൻ ഡിക്ലെയർഡ് റഷ്യ എ വർക്കേഴ്സ് റിപ്പബ്ലിക് ആൻഡ് ഫോംഡ് എ ഗവൺമെൻറ് അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. വർക്കേഴ്സ് റിപ്പബ്ലിക്കായിട്ട് റഷ്യയെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒരു പുതിയ ഗവൺമെൻറ്റിനെ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ലെനിൻ ബിക്കം ദ ലീഡർ ഓഫ് ദ ന്യൂ ഗവൺമെൻറ് ആഫ്റ്റർ ദ ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ ഫെബ്രുവരി റെവല്യൂഷൻ മൊണാർക്ക് അവസാനിച്ചു. ഒക്ടോബർ റെവല്യൂഷൻ പ്രൊവിഷണൽ ഗവൺമെൻറ് അല്ലെ അലക്സാണ്ടർ കെറൻസ്കി അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിച്ചു. ലെനിൻ അവിടുത്തെ ലീഡറായി. ഓക്കെ, ഇതാണ് ഒക്ടോബർ റെവല്യൂഷൻ്റെ ചിത്രം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് ലെനിൻ. ലെനിൻ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, പീസ് ഇല്ല, ഫുഡില്ല, അതുപോലെ തന്നെ അവർക്ക് ക്യാപിറ്റലിസ്റ്റുകളെ അവർ പിന്തുണയ്ക്കുന്നു, അങ്ങനെ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം, ലെനിന് പുതിയ ഗവൺമെൻറ് ഉണ്ടായി. ഇനിയിപ്പോൾ എന്താണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്? ഓൾ പ്രൈവറ്റ് ലാൻഡ്സ് വാസ്
confiscated and distributed to peasants. The government seized all private lands. പ്രൈവറ്റ് ആയിട്ട് ആളുകളുടെ കയ്യിലിരുന്ന ലാൻഡ് മുഴുവൻ ഗവൺമെൻറ് സീസ് ചെയ്യുകയും അത് പെസൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. വെരി ഗുഡ് അല്ലേ, നല്ല കാര്യം ചെയ്തു. പെസൻസിന് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ലാൻഡ്ലെസ് ആയിട്ടുള്ള പെസൻസ് എല്ലാം ഇപ്പോൾ ലാൻഡ് ഓണേഴ്സായി മാറി. ദെൻ കൺട്രോൾ ഓഫ് ഫാക്ടറീസ് വാസ് ട്രാൻസ്ഫേർഡ് ടു സോവിയറ്റ്സ് ഓർ വർക്കേഴ്സ് കമ്മിറ്റി. എല്ലാ പ്രൈവറ്റ് ഫാക്ടറീസും ഗവൺമെൻറ് സീസ് ചെയ്തു. നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റുകളുടെ ആയിരുന്നു ഫാക്ടറികളെ, അത് ഗവൺമെൻറ് സീസ് ചെയ്തിട്ട് അത് ആർക്ക് കൊടുത്തു? ഒന്നുകിൽ സോവിയറ്റുകൾക്ക് കൊടുത്തു, അല്ലെ വർക്കേഴ്സ് കമ്മിറ്റിക്ക് കൊടുത്തു. നാഷണലൈസ് ദ മേജർ ഇക്കണോമിക് സെക്ടേഴ്സ് ഇൻ റഷ്യ. റഷ്യയിലെ എല്ലാ മേജർ ഇക്കണോമിക് സെക്ടേഴ്സും അതായത് ബാങ്കുകളും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സെക്ടറുകളും നാഷണലൈസ് ചെയ്തു, ഗവൺമെൻറ് സീസ് ചെയ്തു. നാഷണലൈസ് മീൻസ് ഗവൺമെൻറ് സീസ്ഡ്, ഗവൺമെൻറ് ബിക്കം ദ ഓണർ ഓഫ് ഓൾ ഇക്കണോമിക് സെക്ടേഴ്സ് ഇൻ റഷ്യ. അപ്പോൾ അവിടെ പ്രൈവറ്റായിട്ടൊന്നുമില്ല, എല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാക്കുകയാണ്. ഫോം ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. റഷ്യയെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആക്കി, USSR ആക്കി. ഓക്കെ, റഷ്യ എന്നുള്ളത് ഇപ്പോഴത്തെ പേരാണ്, അന്ന് റഷ്യ അറിയപ്പെടുന്നത് USSR. ദെൻ റഷ്യ വിഡ്രോ കംപ്ലീറ്റ്ലി ഫ്രം വേൾഡ് വാർ ഫസ്റ്റ്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്ന സമയമായിരുന്നു. വേൾഡ് വാർ ഫസ്റ്റിൽ നിന്നും ഇവർ വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് ലെനിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അടുത്തായിട്ട് അവരുടെ ഇക്കണോമിക് റീഫോംസ് കൂടി നമുക്ക് പഠിക്കണം. കാരണം അമേരിക്കയ്ക്ക് തുല്യമായ ഒരു ഇക്കണോമിക് പവറായിട്ട് റഷ്യ മാറി, USSR മാറി. അപ്പോൾ ഇക്കണോമിക്കായിട്ടുള്ള ആ ഒരു സെക്ടറിലും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കുറേ മെഷേഴ്സ്, കുറേ സ്റ്റെപ്സ് ലെനിൻ എടുത്തു. അതുകൊണ്ടാണല്ലോ അമേരിക്കയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഇക്കണോമിക് പവറായിട്ട്, ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് റഷ്യ മാറിയത്. അപ്പോൾ എന്താണ് ഇക്കണോമിക് സ്പിയറിൽ ലെനിൻ കൊണ്ടുവന്ന റെവല്യൂഷണറി മെഷേഴ്സ് ഓർ റെവല്യൂഷണറി ചേഞ്ചസ്? ലെനിൻ ഇംപ്ലിമെൻറ്റഡ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ 1921. 1921 അദ്ദേഹം ഒരു ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവന്നു. 1917 അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവന്നു. അദ്ദേഹം അധികാരമേറ്റ ഉടനെ അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തി. അതായിരിക്കുമല്ലോ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദി ന്യൂ ഇക്കണോമിക് പോളിസി വാസ് എ പാർഷ്യൽ റിട്ടേൺ ടു പ്രൈവറ്റ് ട്രേഡ്. അപ്പോൾ ഫാക്ടറികളെല്ലാം പിടിച്ചെടുക്കുന്നു, ലാൻഡ് എല്ലാം പിടിച്ചെടുക്കുന്നു, പെസൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫാക്ടറികൾ അദ്ദേഹം സീസ് ചെയ്തു, അത് വർക്കേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൽ നിന്നൊക്കെ ഇദ്ദേഹം മാറാൻ പോവുക. ന്യൂ ഇക്കണോമിക് പോളിസിയിൽ എന്താണ് കൊണ്ടുവന്നത്? പാർഷ്യൽ റിട്ടേൺ ടു പ്രൈവറ്റ് ട്രേഡ്. പ്രൈവറ്റിലേക്ക് ഒരു പാർഷ്യൽ റിട്ടേൺ ആയിരുന്നു ന്യൂ ഇക്കണോമിക് പോളിസി. മനസ്സിലാക്കുക, പ്രൈവറ്റായിട്ടുള്ള എല്ലാം ക്ലോസ് ചെയ്ത രാജ്യം കുറേ കാര്യങ്ങൾ പ്രൈവറ്റ് സെക്ടറിനെ ഗ്രാൻഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ന്യൂ ഇക്കണോമിക് പോളിസി അഗ്രികൾച്ചറിൽ കുറച്ച് പ്രൈവറ്റ് കൊണ്ടുവന്നു. അതായത് ലാൻഡ് മുഴുവൻ ഗവൺമെൻറ് പിടിച്ചെടുത്തായിരുന്നു, അതിൽ കുറച്ച് ലാൻഡ് പ്രൈവറ്റ് പീപ്പിളിന് കൊടുത്തു, പ്രൈവറ്റായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തു. എന്തായിരിക്കും കുട്ടികളെ സംഭവിച്ചത്? എല്ലാം പബ്ലിക്കായി കഴിഞ്ഞപ്പോൾ ആളുകൾ വർക്ക് ചെയ്യാതായി, പ്രൊഡക്ഷൻ കുറഞ്ഞു. ഞാൻ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് റേഷൻ കിട്ടും അല്ലേ? ഞാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും ഗവൺമെൻറ്റിൻ്റെ വണ്ടി വന്ന് അതെടുത്തോണ്ട് പോകും, എനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് വന്നപ്പോൾ പെസൻസും വർക്കേഴ്സും എന്ത് ചെയ്തു? അവർ ജോലി കുറച്ചു, അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായില്ല. കാരണം നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ്. പ്രോഫിറ്റ് ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നു, നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും ഗവൺമെൻറ്റിൻ്റെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും. ആ ഒരു ഘട്ടമായിരുന്നു 17 തൊട്ട് 21 വരെ. അതുകൊണ്ട് ആളുകൾ വർക്ക് ചെയ്യാൻ തയ്യാറായില്ല. ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു, അഗ്രികൾച്ചറൽ ലാൻഡിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി കംപ്ലീറ്റ് പബ്ലിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കുറയ്ക്കും. അത് അങ്ങനെ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻകം കുറയും. ഇൻകം കുറയുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് താഴേക്ക് പോകും. അതുകൊണ്ട് പാർഷ്യലി പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നതാണ് ന്യൂ ഇക്കണോമിക് പോളിസി. കുറച്ചൊക്കെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തു. ലാർജ് ഇൻഡസ്ട്രീസ് വെയർ കമ്പൈൻഡ് വിത്ത് ട്രസ്റ്റ്. All the same time, the government encouraged cooperative sector.
കോർപ്പറേറ്റീവ് സെക്ടറുകളെ ഗവൺമെൻറ് എൻകറേജ് ചെയ്തു. അത് ന്യൂ ഇക്കണോമിക് പോളിസിയാണ്. ബട്ട് ദർ വാസ് എ സ്ട്രിക്ട് ഗവൺമെൻറ് കൺട്രോൾ ടു പ്രിവെൻറ്റ് ദ റിവൈവൽ ഓഫ് ക്യാപിറ്റലിസം. പക്ഷേ അമേരിക്ക പോലെ ക്യാപിറ്റലിസം അതുപോലെ തിരിച്ചു വരാതിരിക്കാനായിട്ട് ഗവൺമെൻറ് വളരെ ശ്രദ്ധിച്ചു. സ്ട്രിക്റ്റ് കൺട്രോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രൈവറ്റ് അഗ്രികൾച്ചറൽ സെക്ടറിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും പ്രൈവറ്റൈസേഷൻ ഗ്രാൻഡ് ചെയ്താലും ഗവൺമെൻറ് കൺട്രോൾ നിലനിർത്തി. സ്ട്രിക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ ടു പ്രിവെൻറ്റ് ദ റിവൈവൽ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം തിരിച്ചു വരാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും സ്വീകരിച്ചിരുന്നു ന്യൂ ഇക്കണോമിക് പോളിസിയിൽ. പക്ഷേ പ്രൈവറ്റൈസേഷന് അനുവാദം കൊടുത്തു. എ പാർഷ്യൽ റിട്ടേൺ ടു പ്രൈവറ്റ് ട്രേഡ്. ബൈ ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ഇക്കണോമിക് പോളിസി, ലെനിൻ ഡെവലപ്പ് ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR ഇൻ ദ വേൾഡ് സൂപ്പർ പവർ. അപ്പം ന്യൂ ഇക്കണോമിക് പോളിസി വലിയ സക്സസ് ആയിരുന്നു. ലെനിൻ USSRനെ ഒരു വേൾഡ് പവറായി, ഒരു സൂപ്പർ പവറാക്കി മാറ്റി, ഈക്വൽ ടു USA ഓർ അമേരിക്ക. ഓക്കെ, അപ്പം ലെനിൻ അവരുടെ ഗ്രേറ്റ് ലീഡറാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് റീഫോംസ്, ന്യൂ ഇക്കണോമിക് പോളിസി ക്വസ്റ്റ്യൻ വരാൻ എല്ലാ സാധ്യതയും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം പഠിക്കുക. അപ്പോൾ നമ്മൾ റഷ്യ അവസാനിച്ചു. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ചൈന കൂടി പഠിക്കണം. എങ്ങനെയാണ് റിപ്പബ്ലിക് ഓഫ് ചൈന ബിൽഡ് ചെയ്യപ്പെട്ടത്? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.